ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഓഫീസാണ്. ഐശ്വര്യയും ശ്യാമയുമാണ് കാണിക്കുന്നത്. നീ എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും അല്ലേ വിചാരിക്കുന്നത് എന്ന് ഐശ്വര്യ ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ദേ ഐശ്വര്യടുത്തി, ഈ പേപ്പർ ഒന്ന് നോക്കിക്കേ. ആ പേപ്പറിലുണ്ടായിരുന്നത് ഐശ്വര്യ പറഞ്ഞ വാചകങ്ങളായിരുന്നു. ഞാനേ ഐശ്വര്യടുത്തി നന്നായി തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനായിട്ട് ജയിച്ചതൊന്നുമല്ല, ഐശ്വര്യടുത്തിയാ എന്നെ ജയിപ്പിച്ചത്. എന്റെ ഏട്ടനെ ഐശ്വര്യേട്ടത്തി ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചപ്പോഴേ എന്റെ കണ്ണു നിറഞ്ഞത് ഏട്ടത്തി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അന്ന് തൊട്ട് മനസ്സിൽ ഞാൻ ശപഥമെടുത്തതാ, ഒരു ദിവസമെങ്കിലും ഈ കസേരയില് ഞാൻ ഇരുന്നിരിക്കുമെന്ന്. ഐശ്വര്യേട്ടത്തി ഉറച്ച മനസ്സും ദൃഢനിശ്ചയമുണ്ടെങ്കിലേ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. ഇനി ഐശ്വര്യേട്ടത്തി ഒന്ന് പുറത്തു പോയേ. ഇത് കേൾക്കുന്ന ഐശ്വര്യ ചോദിക്കുകയാണ്, നീ എന്നെ പുറത്താക്കാൻ മാത്രമായല്ലേ? എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതെന്റെ ആദ്യത്തെ ഫയലാണ്. എനിക്കിത് നന്നായിട്ടൊന്ന് പഠിക്കണം. അതിന് ഐശ്വര്യടുത്ത് ഒന്ന് പുറത്തു പോവുകയും വേണം എന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോട് പറയുകയാണ്, ഞാൻ ഇപ്പൊ പുറത്തു പോകാം. പക്ഷേ ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് പുറത്തേക്ക് പോകുന്നതേ നീ ആയിരിക്കും. അത് നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശ്യാമ ആ ഫയലുകളൊക്കെ നോക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ മീറ്റിംഗ് വെക്കുന്നതാണ്. അങ്ങനെ പഞ്ചിങ് മെഷീൻ വേണമോ എന്നുള്ള ഫയലില് വേണ്ടെന്ന് വെക്കുകയാണ് ശ്യാമ. ജോലിക്കാരും അധികാരികളും തമ്മിലെ ഒരു ആത്മാർത്ഥ ബന്ധമാ വേണ്ടത്, അവിടെ പഞ്ചിങ് മെഷീന്റെ ആവശ്യമൊന്നുമില്ലെന്ന് ശ്യാമ പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴി റോഡിന്റെ സൈഡിലേക്ക് വണ്ടി നിർത്തിയിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും കണ്ണൻ കൊടുത്ത പ്രസാദമെടുത്ത് ശ്യാമയുടെ നെറുകയിൽ തൊടുകയാണ് അഖിൽ. ഇതെന്താ സാർ ഇപ്പോ ഒരു പ്രസാദമൊക്കെ എന്ന് ശ്യാമ ചോദിക്കുമ്പോ അഖിൽ പറയുകയാണ്, ഞാനെന്ന് പറഞ്ഞോട് ഒരു കണ്ണനെ പറ്റി ആ ജഗന്നാഥന്റെ ഗുണ്ടകളുടെ അടുത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തുക, കൂടാതെ തന്നെ കാണാതെ പോയപ്പോ തന്നെ കുറിച്ച് സൂചനയൊക്കെ തന്നെന്ന് ആ കണ്ണനെ ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. എന്നിട്ട് എന്താ സാർ എന്റെ മുമ്പിൽ കൊണ്ടുവരാഞ്ഞത്? കണ്ണൻ പറഞ്ഞു താൻ വലിയ തിരക്കാണെന്ന്. എനിക്ക് എന്ത് തിരക്കാ സാർ, ഞാനും ഒന്ന് കണ്ടേനെ. സാറ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു പാവം കുട്ടിയാണ്. താനല്ലേ ചോദിച്ചത് തനിക്ക് എന്ത് തിരക്കാണെന്ന്? സാധാരണ സാർ അഖിൽ സാർ എന്ന് വിളിച്ച് ഒരു 100 വട്ടം എന്റെ പുറകെ വരാറുള്ള ആളാണ്. ഇന്ന് എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അതൊക്കെ സാറിന് വെറുതെ തോന്നുന്നതാണ്. ആ കസേരയിൽ ഇരുന്നപ്പോഴേ ഞാൻ അഖിൽ സാർ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സത്യമാ പറയുന്നത്. ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സാറിന്റെ ആഗ്രഹത്തിന് വേണ്ടിയാ ഞാൻ ഈ കസേരയിലേക്ക് വന്നത്. സാറിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ഐശ്വര്യയുടെ മുമ്പില് ഞാനൊരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഇനി ഞാൻ പഴയ ശ്യാമയായി മാറാൻ പോവുകയാണ്. ഞാനേ ഈ വേഷം അങ്ങ് അഴിച്ചു വെക്കാൻ പോവുകയാ സാർ. എനിക്ക് ആ വീടിന്റെ 4 ചുവരും അഖിൽ സാറും എന്റെ ഉണ്ണിക്കണ്ണനും മാത്രം മതി. ശ്യാമയെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമേ വേറെ എവിടെയും കിട്ടില്ലെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ ചോദിക്കുകയാണ്, താൻ എന്താ പറഞ്ഞത്? ജയും ഭക്തിയുമായിട്ടിരിക്കണമെന്നേ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. പഴയ ശ്യാമയാകണോ പുതിയ ശ്യാമയാകണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. കാറില് കയറണം മേഡം എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, എന്താ വിളിച്ചത്? മേഡം കേറിയാട്ടെ എന്ന്. ശ്യാമ മേഡത്തിനെയാണ് ഞാൻ വിളിച്ചതെന്ന് അഖിൽ പറയുമ്പോൾ അഖിലിനെ തള്ളിയിടുകയാണ് ശ്യാമ. പെട്ടെന്ന് തന്നെ അഖില് ശ്യാമയെ ചേർത്ത് പിടിക്കുമ്പോൾ അഖിലിനെ തള്ളി മാറ്റി ശ്യാമ വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ അവര് പോകുന്ന വഴിക്കാണ് അന്ന് ശ്യാമയുടെ അടുത്ത് സന്യാസിയുടെ രൂപത്തിൽ വന്ന ആളെ ശ്യാമ റോഡിൽ വെച്ച് കാണുന്നത്. സാർ വണ്ടി നിർത്തിക്കേ സാർ, ദേ അയാള് എന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, തനിക്ക് അയാളെ അറിയാമോ? വെള്ളമടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാ. എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും ആരായിട്ട് വേണമെങ്കിലും അഭിനയിക്കും. ഇത് കേൾക്കുന്ന ശ്യാമ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ, അന്ന് സിദ്ധന്റെ രൂപത്തിൽ വന്നത് ഇയാളാണെന്ന് അഖിലിനോട് പറയുകയാണ്. എങ്കിൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം, ഇതേ ഒരു കൊട്ടേഷൻ ആയിരിക്കും. താൻ എന്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക, ഞാനേ അയാളുടെ അടുത്ത് വരെ ഒന്ന് ചെന്നിട്ട് വരാം. അങ്ങനെ അഖില് അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ പറയുകയാണ്, സാറേ ഒരു 50 രൂപ തരണം. 50 രൂപയല്ല, അതിൽ കൂടുതൽ ഞാൻ തരാം, പക്ഷേ താനൊന്ന് അഭിനയിക്കണം. സാറ് പറഞ്ഞോ ഞാൻ ആരായിട്ട് വേണമെങ്കിലും അഭിനയിക്കാമെന്ന് അയാൾ പറയുന്നു. ഒരു സന്യാസിയായിട്ട് അഭിനയിക്കണം, അത് പറ്റുമോ എന്ന് അഖില് ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു സന്യാസിയായിട്ട് അഭിനയിച്ചതാണെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് അഭിനയം വിജയിച്ചോ അതോ പൊളിഞ്ഞോ എന്ന് അഖില് ചോദിക്കുമ്പോൾ സൂപ്പർ വിജയമല്ലായിരുന്നോ സാറേ? തുടർന്ന് അരുന്ധതിയുടെയും ശ്യാമയുടെയും കാര്യങ്ങളൊക്കെ അയാൾ പറയുമ്പോൾ അഖില് ചോദിക്കുകയാണ്, തനിക്ക് ശ്യാമയെ കാണണോ? ശ്യാമയെ കാണണമെന്നാ സാർ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഇത് കേൾക്കുന്ന അഖില് ശ്യാമയെ വിളിക്കുകയാണ്. ശ്യാമ അയാളെ തല്ലാനായിട്ട് വരുമ്പോ അഖില് ശ്യാമയെ തടഞ്ഞു നിർത്തിയിട്ട് അയാളുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കാം എന്ന് അഖില് പറയുമ്പോ, അയ്യോ മേഡം എന്നെ പോലീസിൽ ഏൽപ്പിക്കല്ലേ എന്ന് പറയണേ മേഡം, ഇന്നത്തോടെ ഞാൻ ഈ പണി നിർത്തിക്കോളാം. ശരി, പക്ഷേ ഇയാളിപ്പോ പറഞ്ഞതൊക്കെ എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തന്നെ വെറുതെ വിടാം. തുടർന്ന് അരുന്ധതിയും വിസ്മയയും അയാളെ കാണാൻ ചെന്നതും ശ്യാമയുടെ മുമ്പിൽ അഭിനയിച്ചതുമായ എല്ലാ കാര്യങ്ങളും അയാൾ തുറന്നു പറയുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം ശ്യാമ ചോദിക്കുകയാണ്, അരുന്ധതി മേഡം ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു? ദൈവമായിട്ടാ ഇപ്പൊ ഇയാളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇനി എത്ര പണം തരാമെന്ന് പറഞ്ഞാലും ഞാൻ വിസ്മയ്ക്ക് വേണ്ടി പാടാനേ പോകില്ല.
അത്രയും പറഞ്ഞ് ശ്യാമയും അഖിലും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്തുകയാണ്. തുടർന്ന് അപ്പച്ചി പറയുകയാണ്, അലങ്കാരങ്ങളൊക്കെ കൊഴിപ്പിക്കണം, മഹാലക്ഷ്മിയല്ലേ വരാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അപ്പച്ചിയെ നോക്കുമ്പോൾ അപ്പച്ചിയുടെ കയ്യിലിരിക്കുന്ന ബലൂൺ പൊട്ടുകയാണ്. എന്താ അപ്പച്ചി, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടെന്ന് അരുൺ പറയുന്നു. തുടർന്ന് അപ്പച്ചി ഐശ്വര്യയുടെ അടുത്ത് പറയുകയാണ്, മഹാലക്ഷ്മിയോ? ഐശ്വര്യ മോള് തന്നെയാ മഹാലക്ഷ്മി. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, അവളെ സ്വീകരിക്കാനുള്ള ഓരോരോ ഒരുക്കങ്ങൾ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടേക്ക് വസുന്ധര വന്നിട്ട് പറയുകയാണ്, ആഹാ, ഒരുക്കങ്ങളൊക്കെ കൊള്ളാമല്ലോ. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ശ്യാമയോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രായശ്ചിത്തം ഞാൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. ശ്യാമയോട് തെറ്റ് ചെയ്തെന്നോ? എന്ത് തെറ്റാ വസുന്ധരെ നീ ചെയ്തതെന്ന് വർമ്മ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, അഖിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞെങ്കിലും ദാമ്പത്യ ജീവിതത്തിന്റെ സുഖവും സന്തോഷങ്ങളും അനുഭവിക്കാൻ ഞാൻ അവളെ സമ്മതിച്ചില്ല. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്താണെങ്കിലും അവരുടെ വിവാഹം ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറിയ ദിവസം അമൃത എന്നോട് പറഞ്ഞിരുന്നു ശ്യാമയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ. ആ സമ്മാനമാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അവരെ ഞാൻ അങ്ങ് അംഗീകരിക്കാൻ പോവുകയാണ്. പൂർണ്ണ തൃപ്തിയോടെ ഒരു വിവാഹ ചടങ്ങ് പോലെ നടത്താൻ പോവുകയാണ് ഈ വീട്ടിൽ വെച്ച്. അതെന്താണെങ്കിലും നല്ല കാര്യമാണെന്ന് അമൃത പറയുമ്പോൾ അരുൺ പറയുകയാണ്, ഇനി ശ്യാമയല്ല, അമ്മയാണ് ഈ വീട്ടിലെ താരം. എനിക്ക് സന്തോഷമായെന്ന് വർമ്മയും അമൃതയും പറയുന്നു. തുടർന്ന് ഐശ്വര്യ ചോദിക്കുകയാണ്, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി എന്തിനാ ഒരു അംഗീകരിക്കലൊക്കെ വേണം? അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്ന് ശ്യാമയും അഖിയും കൂടി വന്നിട്ട് ഞാൻ പറയാം. വിളക്കൊഴിഞ്ഞ് സ്വീകരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് വസുന്ധര പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.